ഞാൻ ഈ വീഡിയോ കണ്ടപ്പോൾ ഇങ്ങനെ ചിന്തിച്ചത്, മൂപ്പരുടെ പ്രവർത്തനത്തിൽ കൂടെ ഉയർന്നു വന്ന ആളുകൾ, മൂപ്പരുടെ എന്താ സപ്പോർട്ടോടുകൂടി ഉയർന്നു വന്ന ആളുകൾ, അതുപോലെ കൂടെ പ്രവർത്തിച്ച ആളുകൾ ഒക്കെ ഒരു ഭാഗത്ത് അദ്ദേഹത്തിനെതിരെ നിലകൊള്ളുമ്പോഴും സ്വാഭാവികമായിട്ടും നമുക്കൊക്കെ അങ്ങനെ നമ്മളെതിരെ അങ്ങനെ ആൾക്കാർ നിൽക്കുമ്പോൾ നമ്മളെ മുഖഭാവത്തിലൊരു മാറ്റം വരും, ഒരു ഭീതിതമായ അവസ്ഥ, അതിനൊരു എന്തായാലും നമുക്കൊരു ടെൻഷൻ കാണൂല മുഖത്ത്, സ്വാഭാവികമാണ്. ഇപ്പൊ നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലത്താണെങ്കിലും നമ്മൾ എന്തെങ്കിലും ബാധിക്കുമ്പോൾ നമ്മളുടെ മറ്റുള്ള പ്രവൃത്തിയിലൊക്കെ അത് പ്രതിഫലിക്കും. പക്ഷെ ഈ മനുഷ്യന്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അയാള് വരുന്നത് അത്ര നിഷ്കളങ്കമായിട്ടെന്ന് അറിയാം. ചിരിച്ച് ജനങ്ങളോട് വളരെ സൗഹൃദത്തിലും സൗമ്യഭാവത്തിലും വരിക, അതങ്ങനെ വരാൻ കഴിയുക, അങ്ങനെ ജനങ്ങളെ അഭിമുഖീകരിക്കാൻ കഴിയുക എന്നൊക്കെ പറയുന്നത് അത് റബ്ബിന്റെ ഒരു അനുഗ്രഹമായിട്ട് വേണം കണക്കാക്കാൻ. നമ്മള് അങ്ങനത്തെ ഒരു അനുഗ്രഹം നമുക്കും കൂടി കിട്ടാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുക. കാരണം ശരിക്ക് അദ്ദേഹത്തെ എത്ര കാലമായിട്ടാണ് ആളുകൾ വളഞ്ഞിട്ട് ആക്രമിക്കാൻ ശ്രമിക്കുന്നത്, ടാർഗറ്റ് ചെയ്തിട്ടാണ്. ശരിക്ക് ഒരു ഹമീദ് ഫൈസി എന്ന ഒരു വ്യക്തിനെ മാത്രം ഒരു പക്ഷേ എന്ത് ചെയ്തിട്ട് ടാർഗറ്റ് ചെയ്തിട്ട് ജനങ്ങൾ ആക്രമിച്ചിട്ടുണ്ട്. അതാ ഒരു പോയിന്റിലേക്ക് മാത്രം ഫോക്കസ് ചെയ്തിട്ട്. ഇങ്ങനെയൊക്കെ ആയിട്ടും ഇത്രയും വർഷങ്ങളായിട്ടും ഇദ്ദേഹത്തിന് ഇപ്പോഴും അതിലൊന്നും ചാഞ്ചല്യമില്ലാതെ അതൊന്നും അദ്ദേഹത്തെ ബാധിക്കാതെ സുന്നത്ത് ജമാഅത്തിന് വേണ്ടിയിട്ട് കാര്യങ്ങൾ വെട്ടി തുറന്ന് പറയാൻ കഴിയാന്ന് പറയുന്നത് എത്ര അനുഗ്രഹമായിട്ട് വേണം അതിനെ കണക്കാക്കാൻ. കാരണം എന്നാ ഇനിയിപ്പം ഞാൻ നിർത്തിക്കളയാം, എനിക്കെതിരെ ഒരുപാട് വിമർശനങ്ങൾ വന്നുകൊണ്ടിരിക്കുകയല്ലേ, കാരണം എന്ന് വെച്ചിട്ട് പോലും അദ്ദേഹം അത് മിണ്ടാതിരിക്കുന്നില്ല. സുന്നത്ത് ജമാഅത്തിനും സമസ്തക്കും വേണ്ടി അദ്ദേഹം കിട്ടുന്ന വേദികളിലൊക്കെ സംസാരിക്കുന്നതും പ്രവർത്തിക്കുന്നതും ജനങ്ങളെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുന്നതും ചില വിശദീകരണങ്ങൾ വരുമ്പം അദ്ദേഹം ഈ ആളുകളോട് നമ്മൾ ചില ഫോൺ സംഭാഷണങ്ങൾ അല്ലെങ്കിൽ ചില വോയിസ് നോട്ടുകളൊക്കെ കേൾക്കാറുണ്ട്. മോനെ അല്ലെങ്കിൽ കുട്ടിയെ എന്നൊക്കെ വിളിച്ചിട്ടുള്ള സൗമ്യമായിട്ടാണ് കാര്യങ്ങളെ അവതരിപ്പിച്ചു കൊടുക്കുന്നത്. ഒരു ആവേശ കമ്മിറ്റിക്കാരനാവാതെ അതല്ലെങ്കിൽ ആ ഒരു രൂപത്തിൽ ജനങ്ങളെ മീൻസ് ആവേശം കൊള്ളിക്കുന്ന ഭയങ്കരമായ ശബ്ദ ഘോഷങ്ങളോട് കൂടിയിട്ടുള്ള പ്രഭാഷണങ്ങളൊന്നും ഇല്ലാതെ കാര്യങ്ങളെ വ്യക്തമായിട്ട് ജനങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. ഇതൊക്കെ തന്നെ ആവും ചിലപ്പം ഒരു പക്ഷേ പലരും അദ്ദേഹത്തെ ആക്രമിക്കാൻ കാരണം. അദ്ദേഹത്തിന്റെ ഓരോ വാക്കുകളും ഈ ശ്രവിക്കുന്ന ആളുകളുടെ മനസ്സിലേക്ക് ശരിക്കും അത് ആണ്ടിറങ്ങുന്നുള്ള ഒരു പേടി ശത്രുക്കൾക്കുണ്ട്. അത് തന്നെ ആയിരിക്കും പക്ഷെ അദ്ദേഹത്തെ ഇങ്ങനെ വ്യക്തിപരമായിട്ട് ആക്ഷേപിക്കാനും ടാർഗറ്റ് ചെയ്യാനൊക്കെ കാരണം. അള്ളാഹു എന്തായാലും ആഫിയത്തോടുള്ള ദീർഘായുസ് നൽകട്ടെ നമുക്ക് ദുആ ചെയ്യാം. കാരണം ചില സുന്നത്ത് ജമാഅത്തിന് ഇങ്ങനെയുള്ള ഒരാളേലും വേണ്ടേ യുവ സമൂഹത്തിനടക്കം.